നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ടാലിയിലെ കുറച്ച് അഡീഷണൽ വൗച്ചേഴ്സ് ആണ്. അതിനെ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയും. ഈ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ടാലിയിൽ തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ബജറ്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് ആണ് സിനേറിയോ എന്ന് പറയുന്നത്. അപ്പോൾ സിനേറിയോ മാനേജറിലായിരിക്കും നമ്മൾ ഈ നോൺ അക്കൗണ്ടിങ് വൗച്ചർ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടാലിയിൽ വൗച്ചേഴ്സിലാണ് ഇതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പേയ്മെന്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പേയ്മെന്റ് വൗച്ചർ ഉണ്ട്, സെയിൽസിന്റെ സെയിൽസ് വൗച്ചർ. അപ്പോ അതിനെയൊക്കെയാണ് അക്കൗണ്ടിങ് വൗച്ചർ എന്ന് പറയുന്നത്. ഒരു ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന വൗച്ചറുകളെ അക്കൗണ്ടിങ് വൗച്ചറുകൾ എന്ന് പറയും. പിന്നെ സ്റ്റോക്ക് റിലേറ്റഡ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇൻവെന്ററി വൗച്ചർ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ സ്റ്റോക്ക് ജേണൽ വൗച്ചർ ഉണ്ട്. പിന്നെ പേറോൾ വൗച്ചറിനെയൊക്കെ ഓർഡർ വൗച്ചേഴ്സ് എന്നൊക്കെയാണ് പറയാറ്. മെയിൻ ആയിട്ടും അക്കൗണ്ടിങ്, പിന്നെ ഓർഡർ വൗച്ചർ, ഇൻവെന്ററി വൗച്ചർ, പിന്നെ നോൺ അക്കൗണ്ടിങ് വൗച്ചർ, അങ്ങനെ ഇവര് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ നമ്മൾ ഇനി പുതിയതായിട്ട് കാണാൻ പോകുന്നത് നോൺ അക്കൗണ്ടിങ് വൗച്ചർ, അതായത് അക്കൗണ്ടിങ് ഇതര വൗച്ചറുകൾ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ വൗച്ചറുകള് ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിഫ്ലക്ട് ചെയ്യൂല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സിമ്പിൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു കമ്പനിയിലായിരിക്കും നമ്മൾ ഈ നോൺ അക്കൗണ്ടിങ് വൗച്ചറുകളെല്ലാം ചെയ്യാൻ പോകുന്നത്, സിനേറിയോ മാനേജർ എന്നുള്ള ഒരു കമ്പനിയിൽ. അപ്പൊ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. 1 ഏപ്രിൽ 2024 കമ്പനി ഇപ്പൊ ഒരു 100 ഐഫോൺ 13 പർച്ചേസ് ചെയ്യണം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ടാലിയില റിപ്പോർട്ട്സിൽ റിഫ്ലക്ട് ചെയ്യും. അതായത് ഇപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസിലോ ബാലൻസ് ഷീറ്റിലോ ഒക്കെ റിഫ്ലക്ട് ചെയ്യും. അതാണ് ഒരു സാധാരണ വൗച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടുകളിൽ ആ ട്രാൻസാക്ഷൻ വരും. പക്ഷെ നോൺ അക്കൗണ്ടിങ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ റിപ്പോർട്ടുകളിൽ വരില്ല. അപ്പോൾ അതിൽ ഒന്നാണ് ആദ്യം നമ്മൾക്ക് കാണേണ്ട ഒരു വൗച്ചറാണ് മെമ്മറാണ്ടം വൗച്ചർ എന്ന് പറയുന്ന വൗച്ചർ. ഓക്കെ, അതിലേക്ക് ഡയറക്ട്ലി പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വൈസ് തന്നെ പോകാം. സിനേറിയോ മാനേജർ എന്നുള്ള ഒരു കമ്പനി ഒന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. GST തൽക്കാലം ഒന്ന് ഡിസേബിൾ ചെയ്തിട്ടേക്കാം, നമുക്ക് പിന്നീട് ഒന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെ കമ്പനി ക്രിയേറ്റ് ആയി. ഇനി ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾക്ക് അറിയാവുന്ന പർച്ചേസ് വൗച്ചറിൽ പോയിട്ടാണ് ഈ ഒരു പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. 100 ഐഫോൺ 13 60,000 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഐറ്റം ആണ്. അപ്പോ എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആയതുകൊണ്ട് ഐറ്റം ഇൻവോയ്സിലേക്ക് പോയി. ഡേറ്റ് തന്നിട്ടുണ്ട് 1 ഏപ്രിൽ, കുഴപ്പമില്ല. പാർട്ടിയുടെ പേര് തന്നിട്ടുണ്ടോ നോക്കി, ഇല്ല, പാർട്ടിയുടെ പേര് തന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് തന്നെ കൊടുക്കുന്നത്. പർച്ചേസ് ലെജർ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് പർച്ചേസ് അക്കൗണ്ട്, ഐറ്റത്തിന്റെ പേര് ഐഫോൺ 13. ഓക്കെ, ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ യൂണിറ്റും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ ഒരു പർച്ചേസ്. അപ്പോൾ 100 60,000. ഓക്കെ, ടോട്ടൽ 60 ലക്ഷത്തിന്റെ ഒരു പർച്ചേസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡേ ബുക്ക്. ഡേ ബുക്കിൽ പോയി കഴിഞ്ഞാൽ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും 1 by 1 ആയിട്ട് കാണാം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇപ്പൊ പർച്ചേസ് ആയതുകൊണ്ട് ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോയി കഴിയുമ്പോൾ കണ്ട അതിൽ പർച്ചേസ് അക്കൗണ്ട് ഒരു 60 ലക്ഷം വന്ന് കിടപ്പുണ്ട്. അതാണ് അക്കൗണ്ടിങ് വൗച്ചറിന്റെ പ്രത്യേകത. ട്രാൻസാക്ഷൻസ് അതത് റിപ്പോർട്ടുകൾ റിഫ്ലക്ട് ആവും. ഇനി നെക്സ്റ്റ് നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പോ സാധനം മേടിച്ച് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനിയാണ് കമ്പനിയിലുള്ള, അതായത് ഒരു അക്കൗണ്ടന്റിന്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം, കമ്പനിക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോ ഇനിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കമ്പനിയിൽ സെയിൽസ് മാനേജർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു, കമ്പനി ഈസ് എക്സ്പെക്ടഡ് ടു സെയിൽ 50 ഐഫോൺ 13
at 75,000 by 31st July 2024. അതായത് 31 ജൂലൈ ആകുമ്പോഴേക്കും നമ്മൾ ഈ മേടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ എത്ര എണ്ണം മേടിച്ചു? 100 മേടിച്ചു. 31 ജൂലൈ ആകുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു 50 ഫോണുകൾ നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ സെയിൽസ് മാനേജർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു സെയിൽസ് ആണ് നമുക്കിനി റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ് എക്സ്പെക്റ്റഡ്, അതായത് പ്രതീക്ഷ മാത്രമാണ്, അല്ലാതെ ഈ പറഞ്ഞ കാര്യം ഉണ്ടാകും എന്നുള്ളത് ഒരു ഉറപ്പില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു അക്കൗണ്ടന്റ് ജോലി നേരത്തെ നമ്മൾ ബജറ്റ് ഉണ്ടാക്കി, മുൻ ഫ്യൂച്ചറിനെ കണ്ടു, അതേപോലെ തന്നെയാണ് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ നിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ബുക്സിൽ റിഫ്ലക്ട് ചെയ്യും, അത് കണക്കില് തെറ്റുപറ്റും. അതായത് അങ്ങനെ ശരിക്കും റെക്കോർഡ് ചെയ്യാനും പാടില്ല, കാരണം ഇത് ഉണ്ടായിട്ടില്ല, സെയിൽസ് ഉണ്ടായിട്ടില്ല. അക്കൗണ്ടിങ് നമ്മൾ ഇത്രയും നാൾ ചെയ്തതും മറ്റേ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിലൊക്കെ പറഞ്ഞ കാര്യം എന്താണ്, ഉണ്ടാവുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക. ഇതിപ്പോ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, അതൊന്നും ഇപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ നോൺ അക്കൗണ്ടിങ് വൗച്ചറുകൾ ഉപയോഗിക്കുന്നത്. അതായത് നോൺ അക്കൗണ്ടിങ് വൗച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചർ എന്ന് പറയുന്നത് ഓപ്ഷണൽ വൗച്ചർ എന്ന് പറഞ്ഞൊരു വൗച്ചറാണ്. ഈ ഓപ്ഷണൽ വൗച്ചർ എന്ന് പറയുന്നത് നമുക്ക് വരാം, എല്ലാം യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഓപ്ഷണൽ വൗച്ചർ. ഓപ്ഷണൽ വൗച്ചർ എന്ന് പറയുന്നത് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിലുള്ള ഒരു വൗച്ചറിനെ, അതായത് ഇപ്പോ നമ്മളിപ്പോ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ വോട്ട് അസാധുവാക്കുന്നു എന്നൊക്കെ പറയൂലേ, അതായത് പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ എന്താണ് ഒരു സ്ലിപ്പായിരുന്നു, ആ സ്ലിപ്പിൽ കറക്റ്റ് സീല് വെക്കണം ഈ ചിഹ്നത്തിന് നേരെ. ആ രണ്ട് ചിഹ്നത്തിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് സീല് വെക്കുന്നതെങ്കിൽ നമ്മുടെ വോട്ട് അസാധുവായി. അതേപോലെ തന്നെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ ഓപ്ഷണൽ വൗച്ചർ എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു വൗച്ചർ, അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറിൽ നിൽക്കുമ്പോൾ കൺട്രോളും എല്ലും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൗച്ചറിനെ റെഗുലർ എന്നുള്ള മോഡിൽ നിന്ന് മാറ്റിയിട്ട് ഓപ്ഷണൽ എന്നുള്ള മോഡിലേക്ക് മാറ്റും. അങ്ങനെ ഓപ്ഷണൽ എന്നുള്ള മോഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അസാധുവാണ്. അതായത് അത് ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് ബുക്സിൽ റിഫ്ലക്ട് ചെയ്യൂല, ട്രാൻസാക്ഷൻസ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ റിഫ്ലക്ട് ചെയ്യൂല. അത് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മുടെ സെയിൽസ് മാനേജർ വന്ന് പറഞ്ഞു, ഈ ഒരു സമയമാകും 31 ജൂലൈ ആകുമ്പോഴേക്കും നമുക്ക് 37 ലക്ഷത്തോളം ലാഭം ഉണ്ടാകും, 37,50,000 ലാഭം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പോ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾക്ക് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ സെയിൽസ് വൗച്ചർ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിൽസ് വൗച്ചറിനെ ഇതിലിപ്പോ കാണുന്ന പോലെ ഓപ്ഷണൽ എന്നുള്ള പേരിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ. സാധാരണ ചെയ്യുന്ന പോലെ വൗച്ചറിൽ പോവാം, സെയിൽസ് വൗച്ചർ എടുക്കാം. പിന്നെ 31 ജൂലൈയിലാണ് ഈ പറഞ്ഞ പ്രതീക്ഷ ഉള്ളത്. അപ്പൊ 31 ജൂലൈ എന്നുള്ള ഡേറ്റ് ആക്കാം. റെഫറൻസ് നമ്പർ എന്തെങ്കിലും നമ്പർ കൊടുക്കുക. പാർട്ടിയുടെ പേര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും വിൽക്കുന്നത്. നമ്മളിതിപ്പോ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്, അതായത് നടക്കുമോ, ഇത്രയും ലാഭം കിട്ടുമോ. ഓക്കെ, അപ്പൊ ക്യാഷ് ലെഡ്ജർ തന്നെ വെക്കാം. ഇനിയിപ്പോ സെയിൽസിന് സെയിൽസ് ലെഡ്ജർ ഐറ്റം ഐഫോൺ 13 50 എണ്ണം 75,000 രൂപക്ക് വിൽക്കുമെന്നാണ് സെയിൽസ് മാനേജർ പറഞ്ഞത്. 37,50,000. ഇതിപ്പോ ഈ അവസ്ഥയിൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ സെയിൽസ്. പക്ഷെ അങ്ങനെ സേവ് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് ഈ കച്ചവടം ഉണ്ടായിട്ടില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൺട്രോളും എല്ലാം പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട് ഓപ്ഷണൽ എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, കണ്ടോ, ഇത് ഓപ്ഷണൽ റെഗുലർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഓൾട്ടെല്ലാണ്, ഓൾട്ടെൽ ഉണ്ടായിരുന്നു, ഷോർട്ട് കട്ടിലുണ്ടായിരുന്നു. കൺട്രോളെല്ലാണ് ഒരു കൺട്രോൾ എൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴും മാറുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇവിടെ നോക്കിയത് സ്ക്രീനിൽ നോക്കിയപ്പോ കാണുന്നത് ഷോർട്ട് കട്ട് കൺട്രോൾ എൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ കൺട്രോൾ എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷണൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. ഇങ്ങനെ വരണം, അതെപ്പോഴും നോക്കാം. ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇതിനി ഓപ്ഷണൽ ആയിട്ടുണ്ട്, ഇനി ഇത് സേവ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സേവ് ആയി. ഇനി റിപ്പോർട്ടുകളിൽ എങ്ങനെയാണ് ഇത് വന്നതെന്ന് നോക്കാം. ആദ്യം ഡേ ബുക്ക് എടുത്ത് നോക്കാം.
ഡേ ബുക്കില് എല്ലാ ട്രാൻസാക്ഷൻ കാണാനായിട്ട് ഡേറ്റ് മാറ്റി സ്പേസ് ബാർ. ഓക്കെ, ഡേ ബുക്കിൽ നോക്കിയിട്ട് അതിപ്പോ കാണുന്നില്ല. എക്സെപ്ഷൻ റിപ്പോർട്ട്സ്. ഇനിയിപ്പോ 31 ജൂലൈ 2024 ആ ഒരു സെയിൽസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോ ഡേ ബുക്ക് എടുക്കുമ്പോൾ ഡേ ബുക്കില് ഫസ്റ്റ് ഏപ്രിലെ ട്രാൻസാക്ഷൻ ഇവിടെ കിടപ്പുണ്ട് 31 ജൂലൈയിലോട്. ഓക്കെ, 31 ജൂലൈയിലും ആ ട്രാൻസാക്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ F2 പ്രസ് ചെയ്ത് സ്പേസ് ബാർ കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അക്കൗണ്ടിങ് വൗച്ചറുകളെ മാത്രം കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അതും ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് ഒന്ന് ഇറ്റാലിക്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് സാധാരണ ഇപ്പോ ആ ഒരു പർച്ചേസ് കാണുന്നത് ഒരു ബോൾഡ് ആയിട്ടാണ്, കുറച്ചും കൂടി കട്ടിയിലാണ്. പക്ഷെ ഈ ഒരു 31 ജൂലൈ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതൊന്ന് ഇറ്റാലിക്സിലായിട്ടാണ്. പിന്നെ ഇവിടെ സൈഡിൽ തന്നെ ഓപ്ഷണൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, കാരണം അതൊരു ഓപ്ഷണൽ ട്രാൻസാക്ഷൻ ആണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എടുത്തു നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോകുമ്പോൾ അവിടെ സെയിൽസ് അക്കൗണ്ട് ലെഡ്ജർ കാണുന്നുണ്ട്, പക്ഷെ അതിൽ എമൗണ്ട് എത്രയാണ് നോക്കാം, 0. കാരണം അതിപ്പോ സെയിൽസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ആയിട്ടില്ല. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അസാധുവായിട്ടുള്ള വൗച്ചറാണ്. അപ്പൊ അങ്ങനെ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ വൗച്ചറിനെ ഓപ്ഷനിലാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഈ പറഞ്ഞ സെയിൽസ് വൗച്ചറിനെ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഒരു ഇൻഫോർമേഷൻ കൂടി നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് സ്റ്റാഫിന് സാലറി 30,000 രൂപ ഏപ്രിൽ മുതൽ ജൂലൈ വരെ 3 മാസത്തേക്കുള്ള സാലറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 മാസത്തേക്ക് 30,000 രൂപയായിരിക്കും സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു മാസം ഒരു 10,000 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, 4 മാസം ഉണ്ട്. 4 മാസത്തേക്കുള്ള സാലറിയാണ് 30,000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒരു ഫോർകാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് 30,000 ഇത്രയും ചെലവുകളൊക്കെ വന്നു കഴിയുമ്പോൾ കമ്പനിയുടെ ലാഭം എത്രയായിരിക്കും എന്നറിയാനായിട്ട് നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സാലറി 30,000 രൂപ ഉണ്ടാകാൻ പോകുന്നുള്ളൂ, ഉണ്ടായിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിപ്പോ സാലറി പേയ്മെന്റ് ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് പേയ്മെന്റ് ഹൗസിൽ പോയി ചെയ്താൽ മതി. പക്ഷെ ഇതിപ്പോ നമ്മൾ പേ ചെയ്തിട്ടില്ല. 30,000 രൂപ ഒരു ജൂലൈയിൽ എത്തുമ്പോഴേക്ക് നമ്മൾ പേ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ജൂലൈയിൽ നമ്മൾ പേ ചെയ്യും, പക്ഷെ പേ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇനി കാണാൻ പോകുന്ന വൗച്ചറാണ് നേരത്തെ പറഞ്ഞ മെമ്മറാണ്ടം വൗച്ചർ. ഈ മെമ്മറാണ്ടം വൗച്ചർ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതേപോലുള്ള സസ്പെൻസ് പേയ്മെന്റ്. അതായത് ഇപ്പോ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, പെട്ടെന്നൊരു ആൾക്ക് ഒരു 5,000 രൂപ എടുത്തു കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ അത് ട്രാവലിംഗ് എക്സ്പെൻസിനായിരിക്കും, ചിലപ്പോൾ സ്റ്റേഷനറി സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനായിരിക്കും. അപ്പൊ കറക്റ്റ് എന്തെങ്കിലും എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് വൗച്ചറിൽ പോയിട്ട് പേയ്മെന്റ് വൗച്ചറിൽ പോയിട്ട് അത് റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷെ പൈസ കൊടുക്കുന്ന സമയത്ത് എന്തിനാണെന്ന് ചോദിക്കാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൗച്ചറാണ് മെമ്മറാണ്ടം വൗച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതും ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ്. ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടാവില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസിലും ട്രേഡിംഗ് അക്കൗണ്ടിലും ഒന്നിലും ഉണ്ടാവില്ല, ബാലൻസ് ഷീറ്റിലും വരില്ല. ഡേ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ്. താൽക്കാലികമായിട്ട് ഒരു ട്രാൻസാക്ഷൻ വെറുതെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൗച്ചർ. അപ്പൊ നമ്മൾക്ക് ഇവിടെ 30,000 രൂപ എക്സ്പെൻസ് ഉണ്ടാകും എന്നുള്ളൊരു നോൺ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഈ സ്ക്രീൻഷോട്ടിലുള്ള പോലെ മെമ്മറാണ്ടം വൗച്ചറിലായിരിക്കും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. മെമ്മറാണ്ടം വൗച്ചർ നമ്മൾ പോയി ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ഈ F10 പോവാം. ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചറിനെ കാണാൻ ഷോ ഇനാക്റ്റീവ് ചൂസ് ചെയ്യുക. അതിൽ നിന്ന് അതിവിടെ മുകളിൽ കിടക്കുന്നു മെമ്മറാണ്ടം. പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം.
സിസ്റ്റം ചോദിക്കും അതിനെ ആക്ടിവേറ്റ് ചെയ്യണം, യെസ് കൊടുക്കുക. നിലവിൽ വന്നിരിക്കുന്നതാണ് മെമ്മറാണ്ടം വൗച്ചർ. മെമ്മറാണ്ടം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു വെറുതെ ജേണൽ എൻട്രികൾ റെക്കോർഡ് ചെയ്യാനായിട്ട്, അല്ലാതെ അക്കൗണ്ടിംഗ് ബുക്സിലൊന്നും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇവിടെ ആസ് പെർ ട്രാൻസാക്ഷൻ സ്റ്റാഫ് സാലറി ആണ് ഇവിടെ പേ ചെയ്യേണ്ടത്. 3 മാസം കഴിയുമ്പോൾ 30,000 രൂപയാണ്. അത് ക്യാഷ് വഴിയായിരിക്കും പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ നമ്മളിപ്പോ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മെമ്മറാണ്ടം വൗച്ചർ ആയതുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിലോ ബാലൻസ് ഷീറ്റിൽ ഇപ്പോ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ക്യാഷ് നെഗറ്റീവ് ബാലൻസ് ആവും. ഇവിടെ ഇപ്പോ ക്യാഷ് നെഗറ്റീവ് ബാലൻസ് ആയിട്ടില്ല. പിന്നെ പർച്ചേസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എടുക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇപ്പൊ ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ. അപ്പോൾ ആ ഒരു എക്സ്പെൻസും ഇവിടെ ഇപ്പോ കാണുന്നില്ല. അതായത് ഇപ്പൊ ജസ്റ്റ് ഓൾട്ട് F5 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്റ്റാഫ് സാലറി എന്ന് പറയുന്ന അക്കൗണ്ട് കാണാം, പക്ഷെ ഇതിന്റെ ഉള്ളിൽ എമൗണ്ട് ഇല്ല. കാരണം അത് നമ്മൾ റെക്കോർഡ് ചെയ്ത ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആയ മെമ്മറാണ്ടം എന്ന് പറഞ്ഞ വൗച്ചറിലാണ്. ഇത് രണ്ടും പിന്നെ ഇറ്റാലിക്സിലുമാണ് കിടക്കുന്നത്, കാരണം അത് രണ്ടും നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ്. ഒരിക്കലും അക്കൗണ്ടിങ് ബുക്സിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് മെമ്മറാണ്ടം വൗച്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതാണ് ഇനി നമ്മുടെ കമ്പനിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ചെലവാണ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്. അതായത് ഏപ്രിൽ മുതൽ ഈ പറഞ്ഞ നോട്ടീസ് അടിച്ച് പരസ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെലവുണ്ടാവും. അപ്പൊ അങ്ങനെ 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു 31 ജൂലൈ വരെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ സെയിൽസ് പ്രൊമോഷൻ ഹെഡ് ഓഫീസ് നോക്കി പോകും. അപ്പൊ അത് നമ്മളുടെ ചെലവാവില്ല. ഓക്കെ, അപ്പൊ 31 ജൂലൈ വരെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. 31 ജൂലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് നോക്കിക്കോളും. അത് നമ്മളുടെ ചെലവ് അല്ലാതാവും. ഓക്കെ, അപ്പൊ ഇതും നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. നടന്നിട്ടില്ല. നമ്മളിപ്പോ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിലും ചെയ്തില്ലെങ്കിലും എത്രയായിരിക്കും ലാഭം എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറെ ടെസ്റ്റിംഗ് ചെയ്യും. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു വൗച്ചർ ആണ്, നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ് റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള വൗച്ചർ. ഈ റിവേഴ്സിംഗ് ജേണൽ എന്ന് പറയുന്ന വൗച്ചർ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തനിയെ ക്യാൻസൽ ആയി പോകും, റിവേഴ്സ് ചെയ്ത് പോകും. അതായത് ഒരു ഡേറ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അതായത് ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന് പ്രാധാന്യം ഇല്ല, അത് തനിയെ ഡിലീറ്റ് ആയി അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. അതാണ് റിവേഴ്സിംഗ് ജേണൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രാൻസാക്ഷന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസിന്റെ വാലിഡിറ്റി 31 ജൂലൈ വരെയാണ്. അതുവരെ നമ്മൾ ചെലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ ക്യാൻസൽ ആവും, നമ്മുടെ എക്സ്പെൻസ് അല്ലാതെ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ചെലവാണ്. നമുക്കത് റെക്കോർഡ് ചെയ്യേണ്ടത് ഇപ്പൊ തൽക്കാലം റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള വൗച്ചറിലാണ്. അപ്പൊ അതും പോയി ആക്ടിവേറ്റ് ചെയ്യുക. അതിന് സെപ്പറേറ്റ് ഷോർട്ട് കട്ട് ഒന്നുമില്ല. F10 പോയിട്ടുണ്ടെങ്കിൽ റിവേഴ്സിംഗ് ജേണൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെയിൽസ് പ്രൊമോഷൻ, അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് 10,000 രൂപയുടെ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് ആണ് ഉണ്ടാകാൻ സാധ്യത. പക്ഷെ 31 ജൂലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് തനിയെ ക്യാൻസൽ ആവും, അത് ഹെഡ് ഓഫീസ് ആവും. അതുകൊണ്ടാണ് ഇവിടെ ആപ്ലിക്കബിൾ അപ് ടു എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, 31 ജൂലൈ എന്ന് പറഞ്ഞ ഡേറ്റ് അവിടെ കിടപ്പുണ്ട്. അത് തന്നെ സ്ക്രീൻഷോട്ടും ഉണ്ടാവും. ഓക്കെ, 31 ജൂലൈ ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തനിയെ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് റിവേഴ്സിംഗ് ജേണലിന്റെ കാര്യം. അങ്ങനെ നമ്മളിപ്പോ 3 നോൺ അക്കൗണ്ടിങ് വൗച്ചർ ചെയ്തു. ഓപ്ഷണൽ, മെമ്മറാണ്ടം, റിവേഴ്സിംഗ് ജേണൽ. മെമ്മറാണ്ടവും റിവേഴ്സിംഗ് ജേണൽ ഏകദേശം ഒരേപോലെ തന്നെയാണ്. മെമ്മറാണ്ടം എക്കാലവും ഉണ്ടാവും, റിവേഴ്സിംഗ് ആണെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് തന്നെ ക്യാൻസൽ ആയി പോകും. അതാണ് വ്യത്യാസം. ഇനി ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
നോൺ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇതേപോലെ കാണില്ല. സാലറി ഉണ്ടാവില്ല, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസും കാണില്ല. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് എന്തൊക്കെ വരവുണ്ട് എന്തൊക്കെ ചെലവുണ്ട് അതെല്ലാരും നമ്മള് നോൺ അക്കൗണ്ടിങ് വൗച്ചറിൽ വെച്ചു. ഇനി നമ്മള് റിസൾട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനേറിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും ചെലവുകളും വരവുകളും ഉണ്ടാവുകയാണെങ്കിൽ എത്രയായിരിക്കും കമ്പനിയുടെ ലാഭം എന്ന് നമ്മളൊന്ന് മുൻകൂട്ടി ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഒരു സിനേറിയോ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ അതിനായിട്ട് നമുക്കൊരു സിനേറിയോ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സിനേറിയോ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ ബജറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ സിനേറിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ക്രിയേറ്റിൽ പോവാം. ഷോ മോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റിന്റെ താഴെ സിനേറിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. അതിൽ സിനേറിയോ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട സിനേറിയോ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പോ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ ഫോർകാസ്റ്റ് എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ ഇതില് ഓക്കെ, ഈ ഒരു സ്ക്രീൻഷോട്ടിൽ സിനേറിയോ 1 എന്നുള്ള പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി ഇൻക്ലൂഡ് ആക്ച്വൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യെസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ആക്ച്വലി ഉള്ള അക്കൗണ്ടിങ് വൗച്ചറുകൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഉണ്ടാവണം. നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെയിൽസ് വൗച്ചറിലെ ഓപ്ഷണൽ വൗച്ചറുകൾ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു സെയിൽസ് വൗച്ചറിലെ ഓപ്ഷനിലാണ് നമ്മൾ ആ ഒരു സെയിൽസിന്റെ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് അടുത്ത എക്സ്പെൻസുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് മെമ്മറാണ്ടം എന്നുള്ള വൗച്ചറിലാണ്. അപ്പോൾ മെമ്മറാണ്ടം ആഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് സിനേറിയോയിൽ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സിനേറിയോയിൽ വരേണ്ട ട്രാൻസാക്ഷൻസ് ഉള്ളത് റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള വൗച്ചറിലാണ്. അതുകൊണ്ട് റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള വൗച്ചർ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മളിവിടെ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ സിനേറിയോയില് മെയിൻ ആയിട്ടുള്ള നിലവിലുള്ള വിവരങ്ങൾ അതേപോലെ തന്നെ വേണം. അതായത് നിലവിലുള്ള വിവരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും വരണം, ആക്ച്വൽസും വരണം. പിന്നെ സെയിൽസിലുള്ള ഓപ്ഷനുകളും മെമ്മറാണ്ടം റിവേഴ്സിംഗ് ജേണൽ വൗച്ചറുകളും സിനേറിയോയിൽ കാണണം. ഇത്രയും കാര്യമാണ് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻക്ലൂഡ് മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോ ഏതെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡിൽ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡ് ഫില്ല് ചെയ്താലും മതി. ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ ഇൻക്ലൂഡിൽ മാത്രം ഇടാം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ തനിയെ എക്സ്ക്ലൂഡ് ആയി പൊക്കോളും. ഓക്കെ, ഇനി എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം, സേവ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോ സിനേറിയോ ക്രിയേറ്റ് ചെയ്ത് ഇനി കഴിഞ്ഞ ബജറ്റ് റിപ്പോർട്ട് എടുത്ത പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോവാം. നിലവിലുള്ള റിസൾട്ട് ഇതാണ്. ഇനിയിപ്പോ നമ്മൾ ആ ഒരു സീൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഇത്ര വരവും ചെലവുകളും ഉണ്ടാകുമ്പോൾ എന്താകും അവസ്ഥ. ഓക്കെ, അപ്പൊ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് സി പ്രസ് ചെയ്യുക. കഴിഞ്ഞ ബജറ്റ് ചെയ്ത പോലെ ഓൾട്ട് സി പ്രസ് ചെയ്യുമ്പോൾ എന്ന് മുതൽ എന്ന് വരെയുള്ള റിസൾട്ട് ആണ് കാണേണ്ടത്. നമുക്ക് 1 ഏപ്രിൽ മുതൽ 31 ജൂലൈ വരെയുള്ള റിസൾട്ട് ആണ് കാണേണ്ടത്. 31 ജൂലൈക്ക് ശേഷം ചില എക്സ്പെൻസുകൾ മാറുന്നുണ്ട്. ഇനി എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ആ ഫോർകാസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ബജറ്റ് സെലക്ട് ചെയ്ത പോലെ ടൈപ്പ് ഓഫ് വാല്യൂ ടു ഷോ എന്നുള്ളത് ഇപ്പോൾ ഫോർകാസ്റ്റ് സെലക്ട് ചെയ്തു. വേരിയൻസ് റിപ്പോർട്ട് ഇപ്പോൾ നോ ആക്കിയിടാം, കാരണം ബജറ്റ് ഒന്നുമല്ല. അപ്പോൾ നോ തന്നെ ഇടുന്നതിന് കുറച്ചും കൂടി കാണുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ നമുക്കിവിടെ 2 കോളത്തിൽ കാണാൻ പറ്റും. ഇത് ആക്ച്വലി, ഇത് ഫോർകാസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് സിനേറിയോ. അതായത് ഈ കോളം നിലവിലുള്ള അവസ്ഥ 60 ലക്ഷത്തിന്റെ പർച്ചേസ് മാത്രം, എക്സ്പെൻസ് മാത്രമുള്ളൂ ഇവിടെ. ഇനി ഫോർകാസ്റ്റ് എന്ന് പറയുന്നതില് 60 ലക്ഷത്തിന്റെ ചെലവ്, 37,50,000 സെയിൽസ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് 30 ലക്ഷം ഉണ്ടാകും. പിന്നെ ചെലവുകളായിട്ട് സെയിൽസ് പ്രൊമോഷൻ ഉണ്ടാകും, പിന്നെ നെറ്റ് സ്റ്റാഫ് സാലറിയും ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള വരവും ചെലവും 31 ജൂലൈക്കകം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി 7,10,000 ലാഭത്തിലായിരിക്കും എന്ന് നമുക്കിങ്ങനെ മുൻകൂട്ടി കാണാം. അപ്പൊ ഇങ്ങനെ മുൻകൂട്ടി കാണുന്നതിനാണ് സിനേറിയോ ക്രിയേഷൻ എന്ന് പറയുന്നത്. ബജറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ എക്സ്പെൻസുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു, അതും മുൻകൂട്ടി കാണൽ തന്നെയാണ്. പക്ഷെ ഇതിപ്പോ എക്സ്പെൻസും പിന്നെ ഇൻകംസ് ഒക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടിട്ട് ഒരു സീന് പോലെ ഉണ്ടാക്കി
കാണാം. അതായത് റിയൽ ലൈഫിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ള രീതിയിൽ ഒരു സാമ്പിൾ പോലെ ചെയ്തു വെക്കാം. അതാണ് സിനറിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോ 31 ജൂലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഇവിടുത്തെ ഒരു പുതിയ കോളം കൂടി ആഡ് ചെയ്യാം. ന്യൂ കോളം കൂടി ആഡ് ചെയ്തു. 1 ഏപ്രിൽ ടു ഞാനിപ്പോ ഒരു 1 ഓഗസ്റ്റ് ആക്കിയാണ്. സിനറിയോ എടുത്തു. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അതായത് ഇവിടെ ഏപ്രിൽ ടു 31 ജൂലൈ, ഇവിടെയാണ് ഏപ്രിൽ ടു 1 ഓഗസ്റ്റ്. അപ്പോ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെയിൽസ് പ്രൊമോഷൻ ഈ ഒരു ആദ്യത്തെ ഫോർകാസ്റ്റിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഫോർകാസ്റ്റിൽ വന്നിട്ടില്ല. അപ്പൊ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ എഫക്ട് കൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കമ്പനിയുടെ ലാഭം 20,000 രൂപ അല്ല 10,000 രൂപ കൂടി, 7,20,000 കൂടി. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. നിങ്ങളൊരു കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. അപ്പൊ മീറ്റിംഗ് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഓണർ ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മളുടെ കമ്പനിയിൽ നിലവിലത്തെ അവസ്ഥ ഇതാണ്, നമ്മൾ ഇത്ര സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ സെയിൽസ് ടീം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ജൂലൈക്കകം അവർ 37 ലക്ഷത്തോളം കച്ചവടം ചെയ്യാവുന്നതാണ്. 37 ലക്ഷത്തോളം കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ചെലവുകളും വരും. അതായത് ചിലപ്പോൾ സെയിൽസ് പ്രൊമോഷൻ വരും, ചിലപ്പോൾ സാലറി എന്തായാലും കൊടുക്കേണ്ടി വരും, എന്തായാലും സാലറി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 31 ജൂലൈ ആകുമ്പോഴേക്കും 7,10,000 ലാഭം ഉണ്ടാവും. ഇനി അതല്ല, നമുക്കൊരു സെയിൽസ് പ്രൊമോഷൻ ചെയ്യാതെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെഡ് ഓഫീസ് ആ പറഞ്ഞ പരിപാടി ചെയ്തോളും. അങ്ങനെ 7,20,000 ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഇൻഫർമേഷൻ നേരത്തെ ഓണർക്ക് അല്ലെങ്കിൽ മാനേജീരിയൽ ടീമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കൗണ്ട്സ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇതിനായിട്ടാണ് ഈ പറഞ്ഞ സിനേറിയോസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ടാലിയിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സലിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഓരോ സോഫ്റ്റ്വെയറിൽ ഇതേപോലുള്ള കുറെ ഫീച്ചറുകൾ ഉണ്ടെന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്, ക്ലിയർ ആണ്. ഇതിപ്പോ എല്ലാ സ്ക്രീൻഷോട്ട് ഇതിന്റെ അകത്ത് ഉണ്ട്, വേറെ മിസ്റ്റേക്സ് ഒന്നും സ്ക്രീൻഷോട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല, അതിലെല്ലാരും ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. അയച്ചുതരാം ഗ്രൂപ്പിൽ. എന്തായാലും 1/2 മണിക്കൂർ. ഇന്നിപ്പോ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ബാക്കി അടുത്ത ദിവസം ചെയ്താലും മതി.